It starts with one thing. I don't know why. It doesn't even matter how hard you try. Keep that in mind. I designed this rhyme to explain in due time. All I know, time is about. എല്ലാവർക്കും ലച്ചൂസ് നാടൻ വെജിലേക്ക് സ്വാഗതം. ഇന്ന് ബാലിയിലെ രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു. നല്ല രസമാണ് കാണാൻ. പിന്നെ അന്തരീക്ഷമൊക്കെ നല്ല ഇതായിരുന്നു. ചെറിയൊരു തണുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ വിചാരിച്ച അന്നത്തെ ട്രിപ്പ് ഫുള്ളും അന്നത്തെ ഡേ ഫുള്ളും മഴയാകുമോ എന്നൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. പക്ഷേ മഴ കുറച്ച് നേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെയാണ് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ വീടുകളുടെ മുമ്പിൽ കോലമൊക്കെ വരയ്ക്കുന്ന പോലെ അവിടെ എല്ലാ വീടുകളുടെ മുമ്പിൽ ഇതുപോലൊരു സാധനം. അതിനകത്ത് അവർ നല്ല മണമുള്ള പൂവ്, പിന്നെ ഒരു മുട്ടായി, ഒരു ബിസ്ക്കറ്റ്, പിന്നെ ₹1 എന്തെങ്കിലും ഒരു കോയിൻ, ₹1 കോയിന്, പിന്നെ സിഗരറ്റ്, പിന്നെ മണക്കുന്ന ഒരു സാമ്പ്രാണിത്തിരി എന്തെങ്കിലും കത്തിച്ച് വയ്ക്കും. ഇതിൻ്റെ അകത്ത് പിന്നെ അവർ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചെറിയ പാത്രത്തിൽ ചോറും പിന്നെ ഒരു ചെറിയ കപ്പിൽ ചായയും വയ്ക്കും. ഇതാണെങ്കിൽ അവർ ദൈവത്തിന് ഓഫർ ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത്. എല്ലാ വീടുകളിലും കടകളുടെയും മുമ്പിൽ ഇത് കാണും എന്നും രാവിലെ. ഞങ്ങളുടെ ആ ഗൈഡ് പറഞ്ഞത് അവിടെ ഒരു നേരമാണ് ആഹാരം വെക്കുന്നത്. ചോറും കറികളുമായിരിക്കും. അതിൽ പലഹാരമൊന്നും കാണത്തില്ല, ചോറായിരിക്കും എപ്പോഴും. ആദ്യത്തെ ദിവസം ഞങ്ങൾ പോയത് ഉബുദിലാണ് നമ്മുടെ സ്വിങ്ങൊക്കെ ഉള്ളത്. ഇതതിൻ്റെ എൻട്രൻസാണ്. അവിടുന്ന് താഴോട്ട് ഒരു മലയാണ്, അത് തട്ടായിട്ടുള്ള ഭൂമിയാണ്. അവിടെ താഴോട്ട് ഇറങ്ങിപ്പോൾ അവിടെ ഫുള്ളും കൃഷിയാണ്. നല്ല രസമാണ് കാണാനായിട്ട്. അവരുടെ കൃഷിസ്ഥലം വരെ അവർ ഈ ടൂറിസത്തിന് വേണ്ടി യൂസ് ചെയ്യുക എന്നാലോചിച്ച് നോക്കിയേ. പിന്നെ ഇതിപ്പം പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളികളാണ്. കണ്ടോ നല്ല മനോഹരമായിട്ടിരിക്കുന്നില്ലേ? ദൂരോട്ട് നോക്കുമ്പോഴത്തേനും ഇതവിടെ കിട്ടുന്ന സ്പൈസസുകളൊക്കെയാണേ. പിന്നെ ഇഞ്ചി, ജാതി, ഗ്രാമ്പൂ, സ്റ്റാറിലെ അത്, പിന്നെ അങ്ങനത്തെ കുറേ സ്പൈസസ്. ഇതാണ് ഫേമസ് സാധനം. അത് എന്തുവാന്ന് ഞാൻ പറയാം. ഇത് മരപ്പെട്ടിയെ കൂട്ടിരിക്കുന്ന ഈ ഒരു ജീവിയുണ്ട്. ഈ ജീവിയെ കൊണ്ട് പഴുത്ത കാപ്പിക്കുരു കഴിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വിസർജ്യമാണ് ഈ കാണുന്നത്. ഈ വിസർജ്യത്തിൽ ഈ കാപ്പിക്കുരു, ദഹിക്കാത്ത കാപ്പിക്കുരു ഉണ്ട്, അത് അവരെടുത്ത് ഇതിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ട് അത് സംസ്കരിച്ചെടുക്കും. അത് ലോകത്തിൽ തന്നെ ഏറ്റവും വില കൂടിയ കാപ്പിപ്പൊടിയാണ് അത് കോപ്പി ലുബാക്ക് അതിന് പറയുന്നത്. ആ ഏറ്റവും വില കൂടിയ കോഫി പൗഡർ ഇങ്ങനെയാണ് ഇതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ധാരാളം ഉണ്ടത്. ഇത് ബാലി ഇന്തോനേഷ്യയിലാണ്. അതുകൊണ്ട് ഇവിടെയാണെങ്കിൽ ഫുള്ള് കൃഷികളാണേ. നമ്മുടെ നാട്ടിലെയൊക്കെ പോലെ തന്നെ കൃഷിസ്ഥലങ്ങളാണ് ഇവിടെ കൂടുതലും. നല്ല ഭംഗിയുണ്ട്. അതും അവർ ആ ടൂറിസത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന തട്ടായിട്ടുള്ള ഭൂമിയാണ് ഇത്. പിന്നെ കാപ്പിയുടെ ഒത്തിരി മരങ്ങളുണ്ട്, പിന്നെ കൊക്കോയുടെ മരങ്ങളുണ്ട്, മരമല്ല ചെടികളുണ്ട്. പിന്നെ ഇതാണ് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സ്വിങ്. വളരെ മേളിന്ന് കുറച്ച് പേര് നിന്നിട്ട് നമ്മളിങ്ങനെ ഊഞ്ഞാലാട്ടി വിടും. ചില സ്വിങ്ങിലൊക്കെ അതിലിങ്ങനെ ആ വള്ളിയിൽ അവർ പൂക്കൾ ചുറ്റിയിട്ടുണ്ട്. ചിലതിലൊക്കെ ഇല്ലാതെ നോർമലാണ്. ഞങ്ങളുടെ ഈ പാക്കേജിൽ ഈ സ്വിങ് ഫ്രീ ഉണ്ടായിരുന്നു. ഇതിൽ കയറാനായിട്ട്, ഇതിൻ്റെ അകത്തോട്ട് കയറാനായിട്ട് ആദ്യം അവിടെ ഒരു പൈസ പേ ചെയ്യണം. അത് ഞങ്ങളുടെ ഈ പാക്കേജിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ടൂറിസം അവർ തന്നെയാണ് പൈസ കൊടുത്തത്. പിന്നെ ഇത് അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം. ആ വെള്ളം വന്ന് വീഴുന്നിടത്ത് കുറച്ച് കളർ മറ്റേ ഈ ഗോൾഡൻ ഫിഷ് പോലെ കുറേ ഫിഷുകളൊക്കെ ഉണ്ട്. നല്ല രസമാണ്. താഴോട്ട് നോക്കുമ്പോൾ അവർ കുറേ നെസ്റ്റ് പോലെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. താഴെയൊക്കെയാണെങ്കിൽ ഫുള്ള് നെൽപ്പാടങ്ങളാണ്. പാടങ്ങളല്ല, മലയുടെ തട്ടായിട്ട് തിരിച്ചിരിക്കുക. കരയിലാണ് നെല്ല് കൃഷി ചെയ്യുന്നത്. ഇവിടുത്തെ ആ ചോറൊക്കെ ഭയങ്കര ഒട്ടുന്ന ഒരു പശയുള്ള അരിയാണ്. പിന്നെ നമ്മൾ ഈ സ്വിങ്ങിൽ കയറാനായിട്ട് ഡ്രസ്സുണ്ട്. ആ ഡ്രസ്സ് നമുക്ക് റെൻറ്റിന് എടുക്കാം. പിന്നെ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ വേണമെങ്കിൽ വീഡിയോ വേണമെങ്കിൽ അതിനൊക്കെ പ്രത്യേക റേറ്റാണ്. പിന്നെ ഡ്രോണുണ്ട്, അതിന് വേറെ റേറ്റ്. അങ്ങനെ ഇല്ലാതെ നമുക്ക് തന്നെ എടുക്കാം ഫോട്ടോയും വീഡിയോയും ഒക്കെ. ഇത് കരിക്ക എടുത്തതാണ്, വലിയ കരിക്ക, പക്ഷേ ടേസ്റ്റ് കുറവാണ്. It starts with one thing. I don't know why. It doesn't even matter how hard you try. Keep that in mind. I designed this rhyme to explain in due time. All I know, time is about. ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് കിന്താമണി അല്ലെങ്കിൽ ബത്തൂർ വോൾക്കാനോ മൗണ്ടൻ ആണ്. ഇതിപ്പോൾ ആക്റ്റീവ് അല്ല. അതിൻ്റെ ആ മൗണ്ടൻ്റെ മേളിൽ നിന്ന് ഒരു ബ്ലാക്ക് കളറിൽ ഇങ്ങനെ താഴോട്ട് കാണാം സോയിൽ. അത് പണ്ട് ലാവ വന്നതിൻ്റെയാണ്. ആ ലാവയുടെ ആ ബ്ലാക്ക് കളർ കാണുന്നത്. നല്ല തണുപ്പാണ്. നമ്മൾ വേറൊരു മൗണ്ടൻ്റെ മേളിൽ നിന്നാണ് കാണുന്നത്. അവിടെ നല്ല തണുപ്പാണ്. ഞങ്ങൾ ഈ നിൽക്കുന്ന മൗണ്ടൻ്റെ ഇവിടെ ഒരു ഹോട്ടലുണ്ട്. അന്ന് അവിടെ നിന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും തിരിച്ച് റൂമിലേക്ക് പോയി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
മൂന്നാമത്തെ ദിവസത്തെ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിലിടാം. താങ്ക് യു.